ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മറ്റൊരു ബ്രേക്ക്ഫാസ്റ്റാണ് മസാല ദോശ. എല്ലാവർക്കും ഇഷ്ടമല്ലേ? അതിൻ്റെ മസാല ആദ്യം ഉണ്ടാക്കണം. മസാലയ്ക്കായിട്ട് പൊട്ടറ്റോ ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞ് അത് കഴുകി ഉപ്പും ചേർത്ത് പൊട്ടറ്റോ മുങ്ങി കിടക്കുന്ന അത്രയും വെള്ളത്തിൽ അത് വേവിച്ച് വെള്ളം ഊറ്റി പൊടിച്ചെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം. അത് ഞാൻ വേവിക്കാനായിട്ട് വെച്ചു. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാം. അതിനായി ഒരു പാൻ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു. ആ നെയ്യ് ഒഴിക്കുമ്പോൾ ഗ്യാസ് ഫോർമേഷൻ എല്ലാം വളരെ കുറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞപ്പോൾ പെരിഞ്ജീരകം ഇട്ടു. പെരിഞ്ജീരകം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില എന്നിവ ഇട്ട് വഴറ്റി. അതിനുശേഷം നമ്മൾ സവാള ഇട്ടു. ഈ സവാള അങ്ങനെ ഡീപ്പ് ഫ്രൈ ആവേണ്ട കാര്യമൊന്നുമില്ല, ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. അതിലേക്ക് ഉടച്ചു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് എന്ത് കൺസിസ്റ്റൻസിയാണോ വേണ്ടത്. ഞാനത് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനായതുകൊണ്ട് ഒരുപാട് ലൂസാക്കിയല്ല ഉണ്ടാക്കണത്. അപ്പോൾ അവർക്ക് അവിടെ ചെല്ലുമ്പോൾ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാനിത് കുറച്ച് ടൈറ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുത്തു. പിന്നെ ഞാൻ പാൻ ഒന്ന് മയപ്പെടുത്തിയത് എടുക്കുകയാണ്. മയപ്പെടുത്താനായിട്ട് ഉപയോഗിച്ചൊരു ഒനിയനാണ്. ഒരു സവാള പകുതിയായിട്ട് മുറിച്ചിട്ട് അതൊരു എണ്ണ മുക്കി അതൊന്ന് തൂത്ത് കൊടുത്തു. അതിനുശേഷം നമ്മുടെ ഇഡ്ഡലി മാവിന് ഉപയോഗിച്ച അതേപോലെ തന്നെ ഉണ്ടാക്കിയ മാവാണ് ഞാൻ മസാല ദോശയ്ക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി മാവ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് സീരീസിൻ്റെ ഫസ്റ്റ് വീഡിയോ എല്ലാവർക്കും കാണാം. അങ്ങനെ ഞാൻ കുറച്ച് നെയ്യ് അതിൻ്റെ മുകളിൽ തൂവി കൊടുത്തു. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയ കാലത്തൊക്കെ ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ട്. എന്ത് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു വിടും, അവർക്ക് നാളെ എന്ത് കൊടുക്കും, ഇന്നേ ടെൻഷനായിരുന്നു. ഇപ്പോൾ പക്ഷേ ഇതൊരു ഓർഡറായി നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ മസാല അതിൻ്റെ സെൻറ്ററിലായിട്ട് പ്ലേസ് ചെയ്തു. അപ്പോൾ ഈ മസാല ഞാൻ മിക്കവാറും തലേ ദിവസം ഉണ്ടാക്കി വെക്കും കേട്ടോ. രാവിലെ എഴുന്നേറ്റൊന്നും അല്ല ഉണ്ടാക്കണം. കാരണം രാവിലെ 6 മണിക്ക് പിള്ളേർക്ക് ബസ് വരും. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് മസാല ഉണ്ടാക്കി പിന്നെ ദോശ ഉണ്ടാക്കി എല്ലാം ചെയ്യാനുള്ള സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ മസാല തലേ ദിവസം ഉണ്ടാക്കി വയ്ക്കും. മാവും തലേ ദിവസം റെഡിയാക്കി വയ്ക്കും. അതിനുശേഷം അവർക്ക് പോകാറാകുമ്പോഴത്തേക്കും നമുക്ക് ഈസി ആയിട്ട് ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത് കൊടുത്തു വിടാൻ പറ്റും. ഒരു 5 മണിക്ക് എഴുന്നേറ്റാൽ മതി. അങ്ങനെയാണ് ഞാൻ നേരത്തെ മുതലേ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു സന്തോഷമാണ് കേട്ടോ. ഞങ്ങൾക്കൊന്നും ഇവിടെ ചെടി നടാനുള്ള സൗകര്യങ്ങളില്ല. അപ്പോൾ അടുക്കളയുടെ പുറത്തൊരു കുഞ്ഞു വിൻഡോസിലുണ്ട്. അവിടെ ഞാനൊരു ചെറിയ തെർമോക്കോൾ പാത്രത്തിൽ നട്ട ചെടിയും പൂവാണ് നിങ്ങൾ നമ്മളുണ്ടാക്കിയ മസാല ദോശ ഒരു ചട്ടുക ഉപയോഗിച്ചോ ഒരു പിസ്സ കട്ടർ ഉപയോഗിച്ചോ കട്ട് ചെയ്ത് ഞാൻ ടിഫിൻ ബോക്സിലേക്ക് വെക്കുകയാണ്. ടിഫിൻ ബോക്സിൽ വെച്ചു. അതിനുശേഷം ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് നട്ട്സ് ഇട്ടു. അപ്പോൾ നമ്മുടെ ടിഫിൻ ബോക്സ് റെഡി ആയി കഴിഞ്ഞു. ഇനി അതിൻ്റെ കൂടെ ഇവർക്കൊരു സെക്കൻഡ് ബ്രേക്ക് കൂടി ഉണ്ട്. അതിനായിട്ട് ഞാൻ കൊടുത്തു വിടുന്നത് മുസമ്പിയാണ്. മുസമ്പിയിൽ കുറച്ച് ഉപ്പ് സ്പ്രെഡ് ചെയ്തു, മുളക് പൊടി സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു ഫോർക്ക് കൂടി വെക്കും. കാരണം ഇവർക്ക് സെക്കൻഡ് ബ്രേക്കിന് കൈ കഴുകാൻ പോകാനൊന്നും സമയമില്ല. അപ്പോൾ അവർക്ക് വേഗം കഴുകി ടിഷ്യൂ വെച്ച് തുടച്ച് അവർക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കയറാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് എൻ്റെ സെക്കൻഡ് ഡേയിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.